ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമല്ലേ. അങ്ങനെ നമ്മുടെ നയനയും ആദർശും അതുപോലെ അനന്തപുരിയിലെ എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ഡിന്നർ പാർട്ടി ആഘോഷകരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലായിട്ട് ചെറിയ ചെറിയ കൊച്ചു രസങ്ങളൊക്കെ ഉണ്ടായി. വേറൊന്നുമല്ല, ലിപ്സ്റ്റിക്ക് പറ്റിയതൊക്കെ. അപ്പം ലിപ്സ്റ്റിക്കൊക്കെ പറ്റിയിരിക്കുകയും നമ്മുടെ നയനയെ കളിയാക്കുകയും ആദർശിനെ കളിയാക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. മുത്തശ്ശൻ പറയുകയും ചെയ്തു, ഇതൊക്കെ അങ്ങനെയുള്ളതാണ്, ജീവിതത്തിനിടയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഭാര്യയ്ക്ക് കുറച്ച് സ്നേഹം കൂടുതലുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ കാണും, അത് സ്വാഭാവികം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ രസകരമായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ ആദർശിന് അപ്പോഴും മനസ്സിലാവുന്നില്ല നയന എന്തുകൊണ്ടാണ് എല്ലാവരോടും നൈറ്റ് പാർട്ടിക്ക്, അതായത് ഈ ഡിന്നർ കഴിക്കാൻ വേണ്ടി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയാണോ? എല്ലാവരുടെയും മുമ്പിൽ എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ? എന്നെ കൊച്ചാക്കാൻ വേണ്ടി ആയിരിക്കുമോ എന്നൊക്കെ നമ്മുടെ ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നയന മറിച്ച് ചിന്തിക്കുന്നത്, എന്നോട് ഒറ്റയ്ക്ക് ഒരുങ്ങി നിൽക്കാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ആദർശേട്ടൻ എല്ലാവരോടും കൂടി ഡിന്നറിന് വരാൻ പറഞ്ഞത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ നയനയും ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിലായിക്കോട്ടെ അങ്ങനെ ആ ഒരു ഡിന്നർ പാർട്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്നാണെങ്കിൽ കുറച്ച് പേര് വന്ന് പറഞ്ഞു, കേക്ക് മുറിക്കുന്ന കാര്യമൊക്കെ വന്ന് പറഞ്ഞു. അപ്പോൾ കേക്ക് മുറിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നയനയും ആദർശം തന്നെയാണ്. അപ്പോൾ ഇവരെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ. കാരണം നവ്യയോട് പറഞ്ഞത് ഒരു കുഞ്ഞ് വരാൻ പോവല്ലേ, അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് ഇവർക്ക് വേണ്ടിയാണ് പാർട്ടി അറേഞ്ച് ചെയ്തത് എന്നാണ്. പക്ഷേ അവിടെ കേക്ക് മുറിക്കാനായിട്ട് നയനയും ആദർശിനെയുമാണ് വിളിച്ചത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യയ്ക്ക് ദേഷ്യമൊക്കെ വന്നു. അതുപോലെ അഭിക്കും ഒരു ചെറിയൊരു ഇതൊക്കെ വന്നു. പക്ഷെ അഭിയുടെ മനസ്സിൽ എപ്പോഴും കുഞ്ഞിപ്പം പോകൂല്ലോ, കുഞ്ഞലസി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പം അതും മനസ്സിലിട്ടുകൊണ്ടാണ് അഭി നടക്കുന്നത്. അപ്പോൾ ഇതിനിടയിലായിട്ട് നവ്യ ടോയ്ലറ്റിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും ഇനിയിപ്പോൾ വല്ല വയറുവേദനയായിട്ട് പോയതാണോ എന്നറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ അഭി പുറകെ പോകുന്നുണ്ട്. അഭി പുറകെ പോയിട്ട് എന്തു പറ്റി നവ്യ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല അഭി, പ്രശ്നമൊന്നുമില്ല. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലാണ് ഞാൻ പറയേണ്ടത്. അല്ല, ഇനിയിപ്പോൾ വല്ല വയറുവേദനയും, ഹേയ് എനിക്ക് വയറുവേദനയൊന്നുമില്ല ഭി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും അഭി ഇപ്പം നമ്മുടെ നവ്യയ്ക്ക് വയറുവേദന എടുക്കും, അല്ലെങ്കിൽ പിന്നെ ഇപ്പം തന്നെ എന്തെങ്കിലും സംഭവിക്കും, അവളിപ്പം തന്നെ മരിച്ചു പോകും എന്ന മട്ടിലാണ് നമ്മുടെ അഭിയുടെ ആ ഒരു എടുപ്പൊക്കെ. പക്ഷേ അഭി അറിയുന്നില്ലല്ലോ, വയറ്റിനകത്ത് കുഞ്ഞുണ്ടെങ്കിലല്ലേ ആ കുഞ്ഞ് നശിച്ചു പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സീനൊക്കെ അത് കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിക്കുന്നതിനിടയിലായിട്ട് അവരാവശ്യപ്പെടുകയാണ് ഒരു ചെറിയ ഡാൻസ് കളിക്കണം. അതായത് കപ്പിൾ ഡാൻസ് കളിക്കണം എന്നിങ്ങനെ ആവശ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, എന്താ മോനെ നീ പറയുന്നത്, കപ്പിൾ ഡാൻസ് കളിക്കാൻ എന്നാ നിനക്ക് പറ്റത്തില്ലാത്തത്? കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങൾ രണ്ടുപേരും കൂടെ നന്നായിട്ട് ഡാൻസ് കളിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ആഘോഷത്തിൽ. അപ്പോൾ പിന്നെ എന്താ മോനെ പ്രശ്നം? നയനയും കൂട്ടിപ്പോയി ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അങ്ങനെ നയന കുഴപ്പമില്ല, എങ്കിൽ പിന്നെ ആദർശേട്ടാ നമുക്ക് പോകാം, മുത്തശ്ശൻ പറഞ്ഞല്ലേ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് പോകാതിരിക്കാനും പറ്റില്ല, അതുകൊണ്ട് രണ്ടുപേരും പോയി ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ വേദന എന്ന് പറയുന്നത് നമ്മുടെ ദേവയാനിക്കാണ്. ദേവയാനിക്ക് അങ്ങോട്ട് അസ്വസ്ഥത കാരണം ദേവയാനിക്ക് ഇരിക്കത്തില്ല. അപ്പോഴേക്കും ഇടയ്ക്ക് ജലജ വന്ന് കുത്തിത്തിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ പേക്കൂത്താട്ടം കാണാൻ വേണ്ടി മനഃപൂർവ്വമാണ് നയന ആദർശിനെ കൊണ്ട് നമ്മളെ വിളിപ്പിച്ചത്. ഈ കൂത്താട്ടം കണ്ട് അവളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആദർശമോന്ന് അറിയണ്ടേ. ഇവർ കൈവിട്ട് പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഏടത്തി ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറയുമ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ജലജ നീയൊന്ന് മാറിപ്പോകുന്നുണ്ടോ? ജലജ ഇതിനെക്കുറിച്ചൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? നിനക്കൊന്ന് മാറിപ്പോകാൻ പറ്റുമോ? നീ എന്താ ഏഷണിയും പരദൂഷണവും കുത്തി വെക്കാൻ വേണ്ടി തന്നെ നടക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏഷണിയൊന്നും അല്ല, ഞാനൊരു വാസ്തവമല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ ഏടത്തിയുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജലജ അങ്ങ് പോകുന്നത്. അപ്പം ജലജ ഇടയ്ക്ക് അഭിയോട് പോയി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, നവ്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മ, ഇതുവരെ അവൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എങ്കിൽ പതുക്കെ അത് എഫക്റ്റ് ചെയ്യത്തുള്ളായിരിക്കും, പതുക്കെ അത് ആയിക്കോളും, നീ ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് അവശ്യ നിലയിലായി പോയാൽ എവിടെയെങ്കിലും ഇട്ടങ്ങ് പൂട്ടിയേരെ, ഇല്ലെങ്കിൽ പിന്നെ ആ നയനാന്ന് പറയുന്ന ആ സന്താനം പോയി അവളെ രക്ഷിക്കും. അവൾക്കാണെങ്കിൽ ഒട്ടുക്കത്തെ സ്നേഹമാണ് ചേച്ചിയോട്, അപ്പോൾ അതുകൊണ്ട് പോയി രക്ഷിക്കും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാറ്റി നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു.
ഏതായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഡാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാൻസിന് ഇടയിലായിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി ഇവരെല്ലാവരെയും കൂടെ വിളിച്ചത്? ഞാൻ നിന്നെ മാത്രമല്ലേ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ, ആര് വിളിച്ചു? ഞാനൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും കൂടെ ഒരുങ്ങി നിന്നപ്പോഴത്തേക്കും ആദർശേട്ടനല്ലേ എല്ലാവരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നുണ്ട്. രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല ആര് പറഞ്ഞിട്ടാണ് ഇപ്പം ഇവിടെ ഇവരെല്ലാവരും കൂടെ വന്നതെന്ന് ഇവർക്ക് രണ്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഡാൻസൊക്കെ കഴിയുന്നുണ്ട്. ഡാൻസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശിന് നയനയോട് തന്നെ സംസാരിക്കണം, മനസ്സ് തുറന്ന് സംസാരിക്കണം. നമ്മുടെ നയനയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ഏർപ്പാട് ചെയ്തത്. അവിടെ ഇത് നടത്താമെന്ന് വിചാരിച്ചത്, പാർട്ടി നടത്താമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ അനി വന്നിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, നയനേടത്തിന് ഇങ്ങോട്ട് പറഞ്ഞു വിടാം, പേടിക്കൊന്നും വേണ്ട ആദർശേട്ടാ, ഞാൻ ആരും ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക് പറഞ്ഞു വിടാം, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ആരും ഇല്ലാത്തൊരു ഭാഗം നോക്കിയിട്ട് ഇവിടെ നിന്നാൽ മതി, ഞാൻ നയനേച്ചീനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു, നയനേടത്തിനെ. അങ്ങനെ നയനയാണെങ്കിൽ ആകെപ്പാടെ വിഷമത്തിലാണ്. കാരണം അതിനിടയിലായിട്ട് ഇവർ വളകാപ്പ് ചടങ്ങും എല്ലാം ഇങ്ങനെ നടത്തുന്നതൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഘോഷം അതാണല്ലോ, അതും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനം ആവത്തുള്ളൂ, ഒരു കുഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ആദർശ് പറയുകയും ചെയ്തു, കുടുംബത്തിലേക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞ് വരാൻ പോകുന്നതിൻ്റെ ആഘോഷമാണെന്ന്. അപ്പം ആ ഒരു സന്തോഷം ആദർശിനും ഉണ്ടെന്ന് മനസ്സിലായി നയനയ്ക്ക്. അപ്പം നയന മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, ഇത് പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് പറയാൻ പോകാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും അനി വന്ന് വിളിച്ചു, ആദർശൻ്റെ എന്തോ പറയാനുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഇങ്ങനെ പറയാൻ തുടങ്ങുകയും അപ്പം തന്നെ നവ്യ അവിടെ വരിക. നവ്യ അവിടെ വന്നിട്ട്, അതേ നയന എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം നയന പേടിച്ചു പോയിട്ടോ. അപ്പം നയന തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ആരാ നിൽക്കുന്നത്? വേറെ ആരുമല്ല, നവ്യ നിൽക്കുകയാണ്. അപ്പം നവ്യ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, അതെ നീ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഞാൻ മരിച്ചു പോവുകയുള്ളൂ, ഞാൻ ആത്മഹത്യ ചെയ്യുകയുള്ളൂ, നീ ഈ കാര്യം പറയാൻ പോയിട്ടുണ്ട്, നീ പറഞ്ഞോ, അപ്പം നിനക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ പറയാൻ ഒരുങ്ങുന്നത്, അപ്പം ഞാൻ മരിക്കണമെന്നാണല്ലേ നീ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ, എന്താ ചേച്ചി പറയുന്നത്? ചേച്ചി, ഞാൻ ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റായി തീരും, ഓരോ ദിവസവും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ചേച്ചി, വളകാപ്പ് ചടങ്ങൊക്കെ അതൊക്കെ എൻ്റെ പൊന്ന് നവ്യേച്ചി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ കുഞ്ഞില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്ലേ ഇത് കൂടുതൽ ദോഷം, അത് ചേച്ചിക്കാണെന്ന് ചേച്ചി മറക്കരുതെന്ന് പറയുമ്പം എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, ദയവ് ചെയ്ത് നീ പറയരുത്, പറയുകയാണെങ്കിൽ എൻ്റെ ശവമേ കാണത്തുള്ളൂ നീ എന്ന് പറഞ്ഞു. പേടിച്ചു പോയില്ലേ? നമ്മുടെ ആദർശ് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്താ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്, അത് നീ ആദ്യം പറയാൻ പറഞ്ഞപ്പം, അത് വേറൊന്നുമല്ല ആദർശേട്ടാ, ഞാൻ പറയാൻ വന്നത് അത് നീ പറ, നീ എന്താ ഈ പകുതി തടഞ്ഞു വെക്കുന്നത്? നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ തുറന്ന് പറ നയന, നീ ആരെയാണ്, എന്താണ് നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നിന്റെ മനസ്സിൽ? നീ എന്നോട് തുറന്നു പറഞ്ഞോളാൻ പറഞ്ഞപ്പോൾ ഞാനൊന്നും ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല. അല്ല, ഞാൻ ആദർശനോട് ചോദിക്കാൻ വന്നത്, ഇവരെയൊക്കെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? ഞാൻ മാത്രം വന്നാൽ മതി എന്നല്ലേ, നമ്മൾ രണ്ടും കൂടെ മാത്രമാണെന്നല്ലേ പറഞ്ഞു തന്നിട്ട് ഇവരെല്ലാം കൂടെ എന്തിനാണ് വിളിച്ചു വരുത്തിയെന്ന് വെച്ചപ്പം, നീ എന്താ ആളെ കളിയാക്കുവാണോ? നീയല്ലേ എല്ലാവരെയും വിളിച്ചു വരുത്തിയത്, നീയല്ലേ എല്ലാവരെയും മനഃപൂർവ്വം വിളിച്ചു വരുത്തി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി, എൻ്റെ അമ്മേനെ കാണിക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ, എന്താ ആദർശേട്ടൻ, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുമ്പം, പിന്നെ ആരാ ഇത് ചെയ്തത്? എനിക്കറിയില്ല ആരാ ചെയ്യുന്നത്, ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടില്ല, ഞാൻ ആദർശേട്ടന് ഈ ഒരു പാർട്ടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന്, നമ്മൾ ഡിന്നറിന് പുറത്ത് പോകുന്നുണ്ടോ എന്ന് ആകെ പറഞ്ഞത് എൻ്റെ അമ്മയോടാണ്. എൻ്റെ അമ്മ ഒരിക്കലും എല്ലാവരെയും ഒരുങ്ങി വരാനൊന്നും പറയില്ല, പക്ഷേ അത് ആദർശേട്ടനാണ് വിളിച്ച് പറഞ്ഞതെന്ന് ഓർത്ത് ഞാൻ ഇരുന്നതെന്ന് പറഞ്ഞു. അപ്പം ആദർശ് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിഷയം അവിടെ ഇങ്ങനെ ആരാ പറഞ്ഞതെന്ന് അറിയില്ലാത്തൊരു മട്ടിലാണ്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നയന ഈ ഒരു വിഷയം ആദ്യം ഇവിടെ പറഞ്ഞത് അപ്പച്ചിയാണ്, അപ്പോൾ അപ്പച്ചി തന്നെ ആയിരിക്കാമെന്ന് പറയുവാണ് ആദർശിനോട്. അപ്പോൾ ആദർശം പറഞ്ഞു, എന്നാൽ ചിലപ്പോൾ അപ്പച്ചി തന്നെ ആയിരിക്കാം ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി തീർത്തത് എന്നിങ്ങനെ ആദർശനും മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, ഇത് ആരോടും പറയുമൊന്നും വേണ്ട, നമ്മളെല്ലാവരെയും ക്ഷണിച്ചതായിട്ടിരുന്നാൽ മതി, ചിലപ്പോൾ അത് മുത്തച്ഛന് വിഷമം ഉണ്ടാക്കുന്ന ആദർശ് പറഞ്ഞു. അപ്പോഴേക്കും നയനയും പറഞ്ഞില്ല, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ഡിന്നർ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് വരികയാണ്. അപ്പം വീട്ടിലേക്ക് എത്തി. അപ്പോൾ അവിടെ ആ ഒരു വിഷയങ്ങളൊക്കെ അവസാനിച്ചാണ് വരുന്നത്. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ വളകാപ്പാണ്. അപ്പം വളകാപ്പ് ചടങ്ങിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം നയന വേണ്ട എന്ന് പറയുന്നത് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് കനകദുർഗ ചോദിച്ചു, അതെന്താ മോള് വേണ്ടെന്ന് പറഞ്ഞത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന്
പെട്ടെന്ന് നവ്യ പറഞ്ഞു അത് പിന്നെ ചേച്ചി വേണ്ടെന്ന് പറഞ്ഞ വേറൊന്നും കൊണ്ടുമല്ല, കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയതല്ലേ, അപ്പം നാട്ടുകാരെന്തെങ്കിലും പറയൂലേ, അപ്പോൾ അതുകൊണ്ടൊക്കെയാ ചേച്ചി വേണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പം അതൊന്നും സാരമില്ല, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ 2 മരുമക്കൾ കയറി വന്ന 2 മരുമക്കളും നല്ല രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നതെന്നും ഞങ്ങളുടെ കുടുംബത്തിന് നല്ലത് മാത്രമേ വരുന്നുള്ളതെന്നും ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളകാപ്പ് വേണം എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും നിർബന്ധിക്കുകയാണ്. അങ്ങനെ വളകാപ്പ് ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് കാണിക്കുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ അനന്തമൂർത്തിയുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്താണ്. അനന്തമൂർത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അസുഖമായിട്ടിരിക്കുകയല്ലേ, അപ്പം അങ്ങനെ കുറച്ച് ആഘോഷങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സീനും ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ കൂട്ടുകാരെ, അനന്തമൂർത്തിയുടെ പഴയ കൂട്ടുകാരെ വിളിച്ച് അവിടെ ആഘോഷങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മളിനിയിപ്പോൾ ഈ ആഴ്ച കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ എല്ലാ വിശേഷങ്ങളും കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ സച്ചുയുടെയും രേവതിയുടെയും കഥ, നയനയുടെയും ആദർശിൻ്റെയും കഥ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ. അപ്പോൾ നാളെ ഫുൾ വിശേഷമായിട്ട് രാവിലെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.